ഒരു ഇലക്ട്രിക് ഡൈപോളിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ ഇലക്ട്രിക് ഡൈപോളിൽ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. ആ ടോർക്കിനുള്ള ഒരു ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു ഇലക്ട്രിക് ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിരുന്നില്ല. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹെഡിങ് ഇതാണ്: പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോള് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഡൈപോളിന് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇലക്ട്രിക് ഡൈപോളിൽ ഒരു റൊട്ടേഷണൽ ഫോഴ്സ്, അതായത് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും എന്ന് നമ്മൾ മുന്നേ കണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടാകും. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ അല്ലെങ്കിൽ പി ക്രോസ് ഇ. പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമാണ്. ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും ആണ്. നമുക്ക് ആ ഒരു ഡെറിവേഷൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യണം. ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമ്മൾ പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് വരച്ചിരിക്കുന്നത്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ക്യാപിറ്റൽ ഇയുമാണ്. നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്, റൈറ്റ് സൈഡിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയുള്ള ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ വെച്ചിരിക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ -q എന്ന് പറയുന്ന ചാർജും ബി എന്ന് പറയുന്ന പോയിന്റിൽ +q എന്ന് പറയുന്ന ചാർജും വെച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള ചെറിയൊരു ഡിസ്റ്റൻസ് 2a ആണെന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. -q എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്നത് ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ്. അങ്ങനെയെങ്കിൽ -qവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? -QE. അതായത് FA എന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന -q എന്ന് പറയുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് FA ഇസ് ഈക്വൽ ടു -QE. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് ഒരു വെക്റ്റർ നൊട്ടേഷൻ ഇട്ട് കൊടുക്കാം. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഇവിടെയുള്ള ഫോഴ്സിന്. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ FA പോകുന്നത് എങ്ങോട്ടായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, നേരെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും FA പോവുക. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്ക് ആയതുകൊണ്ട് ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്. FA എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് QE ആണ്. ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ വന്നിരിക്കുന്നത്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന +q എന്ന് പറയുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? FB ഇസ് ഈക്വൽ ടു +QE. ഇവിടെ നിങ്ങൾക്ക് എന്തിട്ട് കൊടുക്കാം? ഇലക്ട്രിക് ഫീൽഡിന് ഒരു വെക്റ്റർ സൈൻ ഇട്ട് കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇവിടെ +q എന്ന് പറയുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനും. FB പോവുക ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്കാണ്, FBയും റൈറ്റിലേക്ക് തന്നെയാണ്. ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? രണ്ട് തരത്തിലുള്ള ഫോഴ്സുകളാണ് ആ ഒരു ഇലക്ട്രിക് ഡൈപോളിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന് FA, രണ്ടാമത്തേത് FB. നിങ്ങൾ നോക്കൂ, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ടോട്ടൽ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് 0 ആയിട്ട് കിട്ടും. അതായത് FA + FB. FA - Q ആണ്, FB + QEയുമാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ത് വരും? 0 വരും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെയുള്ള ഒരു ഫോഴ്സ് എൻ്റെ ലെഫ്റ്റിലേക്കും ഇവിടെയുള്ള ഒരു ഫോഴ്സ് എൻ്റെ റൈറ്റിലേക്കുമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഇലക്ട്രിക് ഡൈപോള് ഒരു പക്ഷേ റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക്
ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ എൻ്റെ മാർക്കർ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഡൈപോൾ ഇരിക്കുന്നത്. ഞാൻ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു മാർക്കറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഒരല്പം ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലസ് ക്യൂ ചാർജിന് വെച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ മൈനസ് ക്യൂ ചാർജിന് വെച്ചിട്ടുണ്ട്. ഒരല്പം ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള പ്ലസ് ക്യൂ ചാർജിൽ ഫോഴ്സ് നേരെ പോകുന്നത് ഈ രീതിയിലാണ്, നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. താഴെയുള്ള മൈനസ് ക്യൂ ചാർജിൽ ഫോഴ്സ് നേരെ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് ഇവിടെയുള്ളൊരു ഫോഴ്സ് നേരെ ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റിലേക്കും, ഇവിടെയുള്ള ഫോഴ്സ് നേരെ എൻ്റെ റൈറ്റ് സൈഡിലേക്കുമാണ്. ചെരിഞ്ഞിട്ടാണ് ഇലക്ട്രിക് ഡൈപോൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഒരു ഫോഴ്സും ഇവിടെ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും, ഈ ഇലക്ട്രിക് ഡൈപോൾ ഒരുപക്ഷെ ഒരല്പം റൊട്ടേറ്റ് ചെയ്യും. അതായത് ലീനിയർ ഫോഴ്സ് 0 ആണെങ്കിലും അവിടെ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ റൊട്ടേഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ടോർക്കിനുള്ള ഒരു കോമൺ ഫോർമുല, കോമൺ ഇക്വേഷൻ എന്ന് പറയുന്നത് എനി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എനി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലോ അതല്ലെങ്കിൽ ബിയിലോ ആക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ്. രണ്ട് ഫോഴ്സുകളുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് എനി ഫോഴ്സിന് പകരം QE കൊടുക്കാം. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് അവർ മീൻ ചെയ്യുന്നത്? ഇവിടെയുള്ള ഫോഴ്സ് എൻ്റെ റൈറ്റ് സൈഡിലേക്കും, ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് എൻ്റെ റൈറ്റ് സൈഡിലേക്കും, ആ ബിയിലുള്ള ഫോഴ്സ് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുമാണ്. ആ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതായത് ഇങ്ങോട്ടാണ് FB പോകുന്നത്, ഇങ്ങോട്ടാണ് FA പോകുന്നത്. രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ഒരു കേസിൽ BC ആണ്. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പകരം എന്ത് എഴുതാം? BC എഴുതാം. ഇനി ഫോഴ്സിന് പകരം QE, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പകരം BC. ടോ ഈസ് ഈക്വൽ ടു QE ഇൻറ്റു BC. ഇനി BC എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ആംഗിൾ എടുത്തിട്ടുണ്ട്, തീറ്റ. ഇത് നമ്മൾ ചുമ്മാ എടുത്തിരിക്കുന്ന ഒരു ആംഗിൾ അല്ല. ഈ തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ്. അത് കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. മൈനസിൽ നിന്ന് പ്ലസ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പോവുക. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനായിരിക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിന്. ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് എക്സാക്ട്ലി ഈ ഡയറക്ഷനിലാണ്. അതായത് ഇതേ രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡ് പോവുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. എപ്പോഴും ഓർത്ത് വയ്ക്കുക, ആംഗിൾ ബിറ്റ്വീൻ P ആൻഡ് E ആണ് തീറ്റ. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അതിൻ്റെ ഹൈപ്പോടെന്യൂസ്. സൈൻ തീറ്റ കണ്ടുപിടിക്കുന്നു. സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് BC ആണ്, ഹൈപ്പോടെന്യൂസ് 2A ആണ്. അങ്ങനെയാണെങ്കിൽ BC ഈക്വൽ ടു 2A സൈൻ തീറ്റ എന്ന് എഴുതാം. ടോ ഈസ് ഈക്വൽ ടു QE ഇൻറ്റു BC ആയിരുന്നു. BCക്ക് പകരം എന്ത് എഴുതാം? 2A സൈൻ തീറ്റ എഴുതാം. ഇക്വേഷൻ ഇങ്ങനെ മാറും. ടോ ഈക്വൽ ടു QE ഇൻറ്റു 2A സൈൻ തീറ്റ. ഇതിൽ നിന്ന് Q ഇൻറ്റു 2A എന്താണ്? ഞാനിതിൽ നിന്ന് Qനെ അതേപോലെ തന്നെ 2A എന്ന് പറയുന്ന ടേമിനെയും മാറ്റി എഴുതുന്നു. Q ഇൻറ്റു 2A എന്താണ്? ഡൈപോൾ മൊമെൻ്റ് ആണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ Q ഇൻറ്റു 2Aക്ക് പകരം ഞാൻ P എഴുതി, ഇൻറ്റു E ഇൻറ്റു സൈൻ തീറ്റ. ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ. PE സൈൻ തീറ്റനെ നിങ്ങൾക്ക് വേണമെങ്കിൽ P ക്രോസ് E എന്നും എഴുതാനായിട്ട് സാധിക്കും. ടോ ഈക്വൽ ടു P ക്രോസ് E. അതിൽ P വെക്റ്ററാണ്, ഇലക്ട്രിക് ഫീൽഡും വെക്റ്ററാണ്. രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. ഇതാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനുള്ള ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ എത്രത്തോളം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുള്ള ഒരു ഇക്വേഷനും ഡിറൈവ് ചെയ്തു. ഇതായിരുന്നു ആ ഇക്വേഷൻ. ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോ ഈക്വൽ ടു P ക്രോസ് E എന്ന് എഴുതാം. അതിൽ P ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്, E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമാണ്,
തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ്. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും വർക്ക് ഡണ്ണുമായി റിലേറ്റഡ് ആണ്. ഇവിടെ നമ്മൾ എന്തിനു വേണ്ടി വർക്ക് ഡൺ ചെയ്യണം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. -q-വിൽ ഒരു ഫോഴ്സ് നമ്മുടെ ലെഫ്റ്റിലേക്കും +q എന്ന് പറയുന്ന ചാർജിൽ ഒരു ഫോഴ്സ് നമ്മുടെ റൈറ്റ് സൈഡിലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ രീതിയിലാണ്. ഇപ്പം എൻ്റെ മാർക്കർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇലക്ട്രിക് ഡൈപോൾ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ -q ചാർജും ഇവിടെ നമ്മൾ +q ചാർജും വെച്ചിരിക്കുന്നു. ഇവിടെയുള്ള ഫോഴ്സ് നേരെ ഇങ്ങോട്ടാണ്, ഇവിടെയുള്ള ഫോഴ്സ് നേരെ എൻ്റെ ഭാഗത്തേക്കുമാണ്. ഇത് ഞാൻ ഒരു അല്പം ചെരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു മാർക്കർ പെന്നിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിലും ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഫോഴ്സാണ്? റൊട്ടേഷണൽ ഫോഴ്സാണ്. ടോർക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും. അതായത് -q-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ട്, +q-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും. അതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഇലക്ട്രിക് ഡൈപോളിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നു. നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ടോർക്കിന് ഓപ്പോസിറ്റായിട്ട് ഒരു കൗണ്ടർ ടോർക്ക് കൊടുത്തുകൊണ്ട് ആ ഇലക്ട്രിക് ഡൈപോളിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നു. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കായിരിക്കും അവിടെ ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ചെറിയൊരു ആംഗിളിലേക്ക് തിരിക്കാൻ പോവുകയാണ്. അതായത് ഇങ്ങനെയായിരുന്നു അത് നിന്നിരുന്നത്. അതിനെ നാച്ചുറൽ ആയിട്ടുള്ള ടെൻഡൻസി എന്താണ്? ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയാനാണ് നാച്ചുറൽ ടെൻഡൻസി. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആ ഇലക്ട്രിക് ഡൈപോളിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിക്കുന്നു. വളരെ ചെറിയൊരു ആംഗിളിൽ മാത്രമാണ് നമ്മളതിനെ തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്റ്റേണൽ ഏജൻസി ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. ചെറിയൊരു ആംഗിൾ തിരിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയൊരു വർക്ക് ഡൺ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു d². സാധാരണഗതിയിൽ വർക്കിനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ഫോഴ്സാണ് കൊടുക്കുന്നത്? ഒരു റൊട്ടേഷണൽ ഫോഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫോഴ്സിന് പകരം നമുക്ക് റൊട്ടേഷണൽ ഫോഴ്സ് എഴുതാം, അതായത് ടോർക്ക് എഴുതാം, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നമുക്ക് എന്ത് ടൈപ്പ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുന്നത്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുന്നത്. അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം വർക്ക് ഈസ് ഈക്വൽ ടു റൊട്ടേഷണൽ ഫോഴ്സ് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതാനായി സാധിക്കും. ചെറിയ വർക്ക് ഡൺ ആണ്, കാരണം ചെറിയൊരു ആംഗിളിൽ ഞാൻ തിരിച്ചിട്ടുള്ളൂ. ചെറിയ ആംഗിളാണ് d², ചെറിയ വർക്ക് ഡൺ ആണ് d ഒമേഗ അല്ലെങ്കിൽ dw, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഞാനിവിടെ d ഒമേഗ അതല്ലെങ്കിൽ dw എന്ന് എടുക്കാം. dw is equal to ടോ ഇൻറ്റു d². ഈ ടോക്ക് പകരം നമ്മൾക്ക് എന്ത് കൊടുക്കാം? ടോർക്കിന് പകരം എന്ത് കൊടുക്കാം? PE sin θ കൊടുക്കാം. ടോക്ക് പകരം ഞാൻ PE sin θ കൊടുത്തിരിക്കുന്നു. d² അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചെറിയ വർക്ക് ഡൺ d² എന്ന് പറയുന്ന ആംഗിളിൽ ആ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ തിരിക്കാനായി ചെയ്യേണ്ടി വരുന്ന സ്മോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു PE sin θ d². ഇനി നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നിന്ന് വേറൊരു ആംഗിളിലേക്ക് തിരിക്കണമെങ്കിൽ ചെറിയ ആംഗിളല്ല, നമ്മളൊരു അല്പം വലിയ ആംഗിൾ തന്നെ എടുക്കുകയാണ്. അതായത് ആദ്യം ഇലക്ട്രിക് ഡൈപോൾ ഇരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ചെറിയൊരു എക്സാമ്പിളിൽ കൂടി അത് കൂടുതൽ മനസ്സിലാക്കാം. ആദ്യം ഇലക്ട്രിക് ഡൈപോൾ ഇരുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതായത് എൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഈ -q ചാർജും ഇവിടെ +q ചാർജ്, ഇത് -q ചാർജ്, ഇത് +q ചാർജ്,
ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പോകുന്നത് എക്സാക്ട്ലി ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പോകുമെന്ന് വിചാരിക്കുക. ദാ ഇങ്ങനെ, ഇത് മൈനസ് ക്യൂ ചാർജും ഇത് പ്ലസ് ക്യൂ ചാർജുമാണെന്നും വിചാരിക്കുന്നു. ഡൈപോൾ മൊമെൻ്റ് പോകുന്നത് നേരെ നമ്മുടെ ഈ സൈഡിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതും അതേ ഡയറക്ഷൻ തന്നെയാണ്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പോകുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ്, ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആംഗിൾ എത്രയാണ്? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. അതായത് θ1 = 0. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇലക്ട്രിക് ഡൈപോളിനെ എനിക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ രീതിയിൽ നിർത്തണം. അതായത് എൻ്റെ നീയുടെ ഭാഗത്ത് -q ഇവിടെ +q. -q +q ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പോകുന്നത് നേരെ മുകളിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് എങ്ങോട്ടാണ്? നേരെ ഈ ഡയറക്ഷനിലുമാണ്. അങ്ങനെയാണെങ്കിൽ θ1 0 ആണ്. പിന്നീട് ഞാൻ തിരിച്ചു, ഇത്രയും ആംഗിൾ തിരിച്ചു. അതായത് ഏകദേശം 90 ഡിഗ്രി ഞാൻ തിരിച്ചു. θ2 എത്ര വരും? അപ്പോൾ θ2 = 90 ഡിഗ്രി. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ കണ്ടെത്തണം. ആദ്യം നമ്മൾ വളരെ ചെറിയൊരു ആംഗിളിലേക്ക് തിരിച്ചുള്ളൂ. അതിന് വേണ്ടി വരുന്ന വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ എന്താണ്? PE sin θ d ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആംഗിളിലേക്ക് തിരിക്കണം. θ1 മുതൽ θ2 വരെ നമുക്ക് ഇലക്ട്രിക് ഡൈപോളിനെ തിരിക്കണമെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്യേണ്ടി വരും? ചെറിയ വർക്ക് ഡണ്ണിലുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, PE sin θ d. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡണ്ണിനെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ചെറിയ വർക്ക് ഡണ്ണിനെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് ഡൺ = ഇൻറ്റഗ്രൽ സ്മോൾ വർക്ക് ഡൺ. ഇതിൽ എവിടെ മുതൽ എവിടെ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? θ1 മുതൽ θ2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. W = ഇൻറ്റഗ്രൽ θ1 to θ2 dW. dW എന്ന് പറയുന്നത് ചെറിയ വർക്ക് ഡൺ ആണ്. ക്യാപിറ്റൽ W എന്ന് പറയുന്നത് ബിഗ് വർക്ക് ഡൺ ആണ്. അതായത് θ1 മുതൽ θ2 വരെ ഇലക്ട്രിക് ഡൈപോളിനെ തിരിക്കാനായി എനിക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ്. ചെറിയ വർക്ക് ഡണ്ണിൽ നിന്ന് വലിയ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ചെറിയ വർക്ക് ഡണ്ണിന് എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടെ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? ആദ്യത്തെ ആംഗിൾ മുതൽ അവസാനത്തെ ആംഗിൾ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. θ1 മുതൽ θ2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓൾറെഡി നമുക്ക് dWന് ഒരു ഇക്വേഷൻ ഉണ്ട്, PE sin θ d. അതേ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. PE sin θ d. ഇൻറ്റഗ്രൽ θ1 to θ2 PE sin θ d. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. തന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എത്രയാണ്? Q × 2a അല്ലെങ്കിൽ Q × 12. ഇവിടെ Q മാറുന്നില്ല, അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസും മാറുന്നില്ല. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. അതായത് ഇൻ്റഗ്രേഷൻ്റെ അപ്പുറത്ത് കിടക്കുന്ന P എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡും കോൺസ്റ്റൻ്റ് ആണ്. രണ്ടുപേരെയും നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ W = PE × ഇൻ്റഗ്രൽ θ1 to θ2 sin θ d എന്ന് പറഞ്ഞ് കിട്ടും. ഇൻ്റഗ്രൽ sin θ d വാല്യൂ -cos θയാണ്. ഇക്വേഷൻ ഇങ്ങനെ മാറും. W = PE × -cos θ. എവിടെ മുതൽ എവിടെ വരെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം? θ1 മുതൽ θ2 വരെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. PE അങ്ങനെ തന്നെ കിടക്കുന്നു. ആദ്യം തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കണം, -θയ്ക്ക് ലോവർ ലിമിറ്റ് കൊടുക്കണം. PE × ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, -cos θയ്ക്ക് പകരം θ2, -cos θ2 മൈനസ് ഓൾറെഡി അവിടെ തന്നെയുണ്ട്, -cos θ1. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് ശരിക്കുമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. ഇവിടെ -cos θ2 അപ്പർ ലിമിറ്റായി, -cos θ1 ലോവർ ലിമിറ്റ്. അപ്പോൾ രണ്ട് മൈനസും കൂടി ചേർന്ന് പ്ലസ് ആകും. ഇക്വേഷൻ ഇങ്ങനെ വരും, PE -cos θ2 + cos θ1.
ഞാൻ ഈ പ്ലസ് ടേമിനെ ആദ്യം എഴുതുന്നു. പി ഇ ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഈ ടോട്ടൽ വർക്ക് ഡൺ തന്നെയാണ് എന്ത്, ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. പി ഇ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. യു ഈസ് ഈക്വൽ ടു പി ഇ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇതിൽ പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. തീറ്റ 1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗിൾ. അതായത് ഇലക്ട്രിക് ഡൈപോള് നമ്മൾ തിരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ നിന്നിരുന്നത് ആ ആംഗിൾ മൈനസ് ഏത് ആംഗിളിലേക്കാണോ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആംഗിളാണ് തീറ്റ 2. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഡൈപോളിനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് കണ്ടു കഴിഞ്ഞു. ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇതായിരുന്നു ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ kept in an external uniform electric field is equal to PE into cos theta 1 minus cos theta 2. P എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമാണ്. തീറ്റ 1 ഇനീഷ്യൽ ആംഗിൾ, തീറ്റ 2 ഫൈനൽ ആംഗിൾ. ഇനി ചെറിയൊരു കണ്ടീഷൻ നമ്മളവിടെ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഇലക്ട്രിക് ഡൈപോളിനെ എപ്പോഴും ഇനീഷ്യലി അറേഞ്ച് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് മൈനസ് ക്യൂ താഴെയും പ്ലസ് ക്യൂ മുകളിലും. ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ബി. മൈനസിൽ നിന്ന് പ്ലസ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പോകുന്നത്. പിയുടെ ഡയറക്ഷൻ നേരെ മുകളിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് നേരെ നമ്മുടെ റൈറ്റ് സൈഡിലേക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഈ ഇലക്ട്രിക് ഡൈപോള് ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ തീറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? തീറ്റ 1 ഇനീഷ്യൽ ആംഗിൾ ആയിരുന്നു. തീറ്റ 1 എത്രയായിരിക്കും ഈ ഒരു കേസിൽ? പി നേരെ മുകളിലേക്കും ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കുമാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ 90 വരും. പി നേരെ മുകളിലേക്ക്. ഇതാണ് പിയുടെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് നേരെ ഈ ഡയറക്ഷനാണ്. അങ്ങനെയെങ്കിൽ ഒരു തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രിയാണ്. ഇനീഷ്യൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഡൈപോളിനെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിലേക്ക് തിരിക്കാം. അതായത് ഞാനൊരു ഇലക്ട്രിക് ഡൈപോള് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഡൈപോള് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണെങ്കിൽ ഈ രീതിയിലാണ് ഞാൻ തരാനായി ഉദ്ദേശിക്കുന്നത്. അതായത് ഇനീഷ്യലി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിങ്ങൾക്ക് തരാനായി ഉദ്ദേശിക്കുന്നത്. തീറ്റ 1 90 ഡിഗ്രി ആയിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇലക്ട്രിക് ഡൈപോളിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിലേക്ക് തിരിക്കാം. അതായത് തീറ്റ 2ന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇഷ്ടമുള്ള ആംഗിളിലേക്ക് നിങ്ങൾക്കതിനെ തിരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. തീറ്റ 1 90 ഡിഗ്രി, തീറ്റ 2 ഇസ് ഈക്വൽ ടു തീറ്റ ഇറ്റ് സെൽഫ്. ഇഷ്ടമുള്ള ആംഗിളിലേക്ക് നിങ്ങൾക്ക് തിരിക്കാം. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറും? യു ഇസ് ഈക്വൽ ടു പി ഇ കോസ് തീറ്റ 1ന് പകരം 90 കോസ് 90 മൈനസ് തീറ്റ 2ന് പകരം തീറ്റ തന്നെ കോസ് തീറ്റ. കോസ് 90 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ എന്ന് പറഞ്ഞ് മാറും. അതിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിയും ഇയും എന്താണെന്ന്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുമാണ്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ആംഗിളിലേക്കാണോ തിരിക്കുന്നത് ആ ആംഗിളാണ്. ഇവിടെ ഇനീഷ്യൽ ആംഗിൾ ഫൈനൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇനീഷ്യൽ ആംഗിൾ എപ്പോഴും എത്രയാണ്? 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിലേക്ക് അതിനെ തിരിക്കാൻ പറ്റും. ആ ആംഗിളാണ് തീറ്റ. എ ഡോട്ട് ബി എന്താണ്? എ ബി കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എ ബി കോസ് തീറ്റ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എ ഡോട്ട് ബി എന്ന് എഴുതാനായി സാധിക്കും. ഇവിടെ പി ഇ കോസ് തീറ്റയുണ്ട്. ഞാനതിനെ പി ഡോട്ട് ഇ എന്ന് എഴുതിയിരിക്കുന്നു. മൈനസ് പി ഇ കോസ് തീറ്റ ആയതുകൊണ്ട് അത് മൈനസ് പി ഡോട്ട് ഇ ആയിട്ട് മാറും. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ. അതിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വെക്ടറാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും വെക്ടറാണ്. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഒരു
ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ. ഈ ഒരു ഇക്വേഷന് എപ്പോൾ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ? ഇനീഷ്യൽ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ അവിടെ നിലനിൽക്കുകയുള്ളൂ. മൈനസ് പി ഡോട്ട് ഇ. ഇതാണ് ഒരു ഇലക്ട്രിക് ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ വെച്ചാലുള്ള പൊട്ടൻഷ്യൽ എനർജി. ചെറിയൊരു കണ്ടീഷൻ കൂടിയുണ്ട്, ഇനീഷ്യൽ ആംഗിൾ എപ്പോഴും അവിടെ 90 ഡിഗ്രി ആയിരിക്കണം. ഒരു ഇലക്ട്രിക് ഡൈപോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. 2 ഇക്വേഷൻസ് ആണ് പ്രധാനമായും നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. പി ഇ ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അതിൽ തീറ്റ 1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗിൾ ആയിരുന്നു, തീറ്റ 2 എന്ന് പറയുന്നത് ഫൈനൽ ആംഗിൾ ആയിരുന്നു. അതായത് ഏത് ആംഗിളിൽ നിന്നാണോ തിരിക്കുന്നത് അതാണ് തീറ്റ 1, എത്ര ആംഗിളിലേക്കാണ് തിരിക്കുന്നത് അതാണ് തീറ്റ 2. ഇനി നമ്മൾ അതിൽ ഒരു സ്പെഷ്യൽ കേസ് അപ്ലൈ ചെയ്തു. അതായത് തീറ്റ 1 90 ഡിഗ്രിയും തീറ്റ 2 ഈക്വൽ ടു തീറ്റ തന്നെയാണെങ്കിൽ എന്തായിരിക്കും അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി? നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ആ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. യു ഈസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ. ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, 2 വെക്ടറുകൾ തമ്മിലുള്ള ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഓർ യു ഈസ് ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പി ഇ കോസ് തീറ്റ കിട്ടും. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 3 കേസുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാര്യം നമുക്ക് ഓർത്തെടുക്കാം, സ്റ്റെബിലിറ്റിയും എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്. അതായത് എനർജി കൂടുന്തോറും സ്റ്റെബിലിറ്റി കുറയും. അതായത് ഹയർ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് 3 കേസുകളെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കേസ് 1, തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. അതായത് ഇതായിരുന്നു തീറ്റ 0 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് ചാർജ് ഇവിടെ തന്നെയായിരിക്കും. പ്ലസ് ചാർജ് എങ്ങനെ വരും? ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ മൈനസ് ചാർജ്, പ്ലസ് ചാർജ് ഇവിടെ ആയിരിക്കും നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് നേരെ പോവുക ഈ ഡയറക്ഷനിലാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതും അതേ ഡയറക്ഷൻ തന്നെയാണ്. പിയും ഇയും തമ്മിലുള്ള ആംഗിൾ എത്ര വന്നു? 0 വന്നു. കേസ് 1 തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും അത്തരത്തിലുള്ള ഓറിയൻറ്റേഷൻ്റെ പൊട്ടൻഷ്യൽ എനർജി? നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റയാണ്. തീറ്റ എത്രയാണ്? 0 ആണ്. കോസ് 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ ഇൻറ്റു 1 വരും, മൈനസ് പി ഇ വരും. പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ. ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയതുകൊണ്ട് അത് വളരെയധികം സ്റ്റേബിളുമായിരിക്കും. ആ ഒരു ഓറിയൻറ്റേഷൻ സ്റ്റേബിൾ ആയിരിക്കും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണെങ്കിൽ തീറ്റ അവിടെ 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. ആ ഓറിയൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി കേസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് നമ്മൾ മൈനസ് ചാർജിന് വയ്ക്കുന്നത് താഴെയും പ്ലസ് ചാർജിന് വയ്ക്കുന്നത് മുകളിലും ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് നേരെ മുകളിലേക്കായിരിക്കും പോവുക. അതായത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് അപ്പോഴും ഇങ്ങോട്ട് തന്നെയാണ്, ഈ ഡയറക്ഷനിൽ തന്നെയാണ്. ഡൈപോൾ മൊമെൻറ്റ് നേരെ മുകളിലേക്കും ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും. 2 ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? മൈനസ് പി ഇ കോസ് 90. കോസ് 90 0 ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു ഇ ഇൻറ്റു 0. ടോട്ടലി ഇറ്റ് ഈസ് 0. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. അത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി കേസ് 3 തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതായത്
മൈനസ് ചാർജ് നമ്മൾ വെക്കുന്നത് ഇവിടെയും പ്ലസ് ചാർജ് വെക്കുന്നത് പ്ലസ് ക്യൂ ചാർജ് ഇത് മൈനസ് ക്യൂ ചാർജ് ആണെന്ന് വിചാരിക്കുക. രണ്ട് ചാർജുകൾ ഈ രീതിയിലാണ് വെക്കുന്നതെങ്കിൽ ഇത് മൈനസ് ക്യൂ ചാർജ് എൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത് മൈനസ് ക്യൂവും ലെഫ്റ്റിൽ വെച്ചിരിക്കുന്നത് പ്ലസ് ക്യൂവും ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡൈപോൾ മൊമെൻ്റ് മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുക. ഒന്നുകൂടി പറഞ്ഞുതരാം. മൈനസ് ക്യൂ ചാർജ് ഒരല്പം വലുതാക്കി എഴുതാം. മൈനസ് ക്യൂ ചാർജ് ഈ ഭാഗത്തും പ്ലസ് ക്യൂ ചാർജ് ഈ ഒരു ഭാഗത്തുമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കായിരിക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആക്ട് ചെയ്യുക. അതായത് ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് തന്നെയാണ്? ആ ഡയറക്ഷനിൽ. അതായത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പോകുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും ആൻറ്റി പാരലൽ ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് PE കോസ് 180. കോസ് 180 -1 ആണ്. ഇക്വേഷൻ എങ്ങനെ വരും? U is equal to മൈനസ് PE ഇൻറ്റു -1. -1ലെ മൈനസും ഇവിടെയുള്ള മൈനസും പോസിറ്റീവ് ആകും, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ലഭിക്കുക U is equal to പ്ലസ് PE ആണ്. ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ തീറ്റ 180 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കിട്ടും. സ്റ്റെബിലിറ്റി അവിടെ കുറയും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഒന്ന് ചുരുക്കി പറയാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പാരലൽ ആണെങ്കിൽ തീറ്റ 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും ആൻറ്റി പാരലൽ ആണെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് വാല്യൂ ആണ്, മാക്സിമം ആയിരിക്കും. അതൊരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും.